നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കുപ്പം വഴി ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. നീണ്ട 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ദേശീയപാതയിൽ തളിപ്പറമ്പ് കുപ്പം കപ്പണത്തട്ട് വഴി വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടാതിരുന്നത്. അറ്റകുറ്റപ്പണി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച രാവിലെ മുതൽ കണ്ണൂർ പയ്യന്നൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്നാണ് 11 ദിവസം മുമ്പ് ഇതുവഴിയുള്ള ഗതാഗതം തടഞ്ഞത്. നല്ല കാലാവസ്ഥയുണ്ടായിട്ടും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച രാവിലെ മുതൽ കണ്ണൂർ പയ്യന്നൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു. ഇതുമൂലം വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ദുരിതത്തിലായതിന് പിന്നാലെ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടുകയായിരുന്നു. മെയ് 25 മുതൽ കുപ്പം റോഡിൽ ഗതാഗതം നിരോധിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഉൾപ്പെടെ കുപ്പം ഏഴോ നെരുവമ്പ്രം വഴി പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിലെത്തിയും തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ളവ ചുടലയിൽ നിന്നും മുക്കുന്ന് റോഡിലേക്ക് പ്രവേശിച്ച് കുപ്പത്ത് എത്തിയുമാണ് ദേശീയപാത വഴി സർവീസ് നടത്തിയിരുന്നത്. കപ്പണത്തട്ടിൽ മണ്ണിടിഞ്ഞ ഭാഗം തട്ടായി തിരിച്ചിരിക്കുകയാണിപ്പോൾ. ഇതിന്റെ അടിഭാഗത്തെ കരിങ്കൽ ചീളുകൾ കൂട്ടിയിട്ട് ഭിത്തി നിർമ്മിക്കുകയും ചെയ്തു. ഇതിനോട് ചേർന്ന് ജില്ലിപ്പൊടി നിറച്ച ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇവ നിരങ്ങി നീങ്ങാതിരിക്കാൻ മറ്റൊരു ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ഏറ്റവും ഉയരത്തിൽ വെള്ളം ഇറങ്ങി ഇടിയാതിരിക്കാൻ ടാർപോളിംഗ് ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. മഴ വന്നാൽ ദേശീയപാതയുടെ താഴെ ഭാഗത്തെ വീടുകളിലേക്ക് ചെളിവെള്ളം ഒഴുകി എത്താതിരിക്കാനുള്ള മുൻകരുതലും കരാർ കമ്പനി സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.